കഴിഞ്ഞൊരു ദിവസം എറണാകുളത്ത് വെച്ച് ഒരു പരിപാടി നടക്കുകയുണ്ടായി. ആ പരിപാടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വന്നിരുന്നു. അപ്പോൾ അമിത്ഷാ വന്ന് അവിടെ നടത്തിയൊരു പ്രഖ്യാപനം, ഈ വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 25% വോട്ട് നേടും, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഭൂരിപക്ഷം നേടും. ഇതാണ് അമിത്ഷായുടെ പ്രഖ്യാപനം. അപ്പോൾ അവർ കേരളത്തെ വലിയ തോതിൽ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന അർത്ഥം. അത് സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് നടത്തും. നമ്മൾ കാണേണ്ടതും തിരിച്ചറിയേണ്ടതും BJPക്ക് നൽകുന്ന ഓരോ വോട്ടും അത് കേരളത്തിൻ്റെ തനിമ താർക്കുകയാണ് ചെയ്യുക. ആ ബോധ്യം പൊതുവെ നമ്മുടെ സമൂഹത്തിനുണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ സംതൃപ്തമായ ഓണാണല്ലോ ഈ കഴിഞ്ഞ ഓണാഘോഷഘട്ടത്തിൽ നമ്മൾ കണ്ടത്. ഓണം പോലും മാറ്റിക്കളയും. ഓണ ദിവസത്തിൽ ഒരാൾ എന്നെ കാണാൻ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോണിൽ വന്നൊരു മെസ്സേജ് എനിക്ക് കാണിച്ചു തന്നു. ഒരു പ്രധാനപ്പെട്ട ഒരാളാണ്, ആളെ പേര് ഞാൻ പറയുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ഫോട്ടോയിൽ എന്താണെന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ മുന്നിൽ വാമനൻ്റെ കാൽക്കീഴിൽ മഹാബലി. അപ്പോൾ മഹാബലി വരുന്ന ഓണം പോലും മാറ്റാൻ പോകുന്നു എന്നർത്ഥം. നേരത്തെ വാമനെ ചിത്രീകരിച്ചിരുന്നല്ലോ. ഇന്ന് നമ്മുടെ നാട്ടിൽ എന്തെല്ലാം നാം അനുഭവിക്കുന്നുണ്ടോ അതെല്ലാം പഴയതിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനാണ് ശ്രമം. അപ്പോൾ BJPക്ക് നൽകുന്ന ഓരോ വോട്ടും ഈ നാടിൻ്റെ തനിമ തകർക്കാനാണ് ഉപകരിക്കുക എന്നുള്ളത് മതനിരപേക്ഷതയുടെയും ഫെഡറലിസത്തിൻ്റെയും ഭാവിയെ സംബന്ധിച്ചാണ് നാം ഗൗരവമായി ചിന്തിക്കുന്നത്. ഇത് നമ്മുടെ ഭരണഘടനയുടെ സംരക്ഷണവുമായി കൂടി ബന്ധപ്പെട്ടിട്ടുള്ളതാണ്. നമ്മുടെ ഭരണഘടന മുന്നോട്ട് വെക്കുന്ന സവിശേഷമായ മൂല്യങ്ങളുണ്ട്. മതനിരപേക്ഷതയുടെയും ഫെഡറലിസത്തിൻ്റെയും കാഴ്ചപ്പാടുകൾ. ഇത് നാം കാണേണ്ടത് ഈ കാഴ്ചപ്പാടുകൾ സ്വയംഭൂവായി രാജ്യത്തുയർന്നു വന്ന ഒന്നല്ല. നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി രൂപപ്പെട്ടു വന്ന ആശയങ്ങളാണിത്. നമുക്കറിയാം, നമ്മുടെ രാജ്യത്ത് വ്യത്യസ്ത ഭാഷകളും സംസ്കാരങ്ങളും നിലനിൽക്കുന്നുണ്ട്. അങ്ങനെയുള്ള വ്യത്യസ്ത ഭാഷയും സംസ്കാരവും വെച്ച് പുലർത്തുന്ന ജനതയാണ് ഇത്തരത്തിൽ ഉള്ള ആശയങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള സമരങ്ങളിൽ പങ്കുചേർന്നത്. അതിൽ ഒന്നും വ്യത്യസ്തമായില്ല എന്നുള്ളതാണ് കാണേണ്ടത്. എല്ലാവരും ഒരേ ലക്ഷ്യത്തോടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ പങ്കുചേർന്നു. ആ സവിശേഷതകൾ ഉൾക്കൊണ്ടു മാത്രമേ നമ്മുടെ രാജ്യത്തിന് നിലനിൽക്കാൻ കഴിയുമായിരുന്നു. അതുകൊണ്ട് തന്നെ അന്ന് കാര്യങ്ങൾ ചർച്ച ചെയ്തപ്പോൾ സംസ്ഥാനങ്ങൾക്ക് അധികാരങ്ങൾ നൽകുക എന്നത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഭരണഘടനാ നിർമ്മാണ സഭ തന്നെ കണ്ടു. ബഹുസ്വരതയുടെ ഭാഗമായി വിവിധ സംസ്കാരങ്ങളെയും ഭാഷയെയും ജീവിതത്തെയും അംഗീകരിക്കുന്ന രൂപമാണ് ഫെഡറലിസം എന്നുള്ളത്. ഓരോ ജനതയുടെയും സവിശേഷതക്കനുസരിച്ച് ഭരിക്കുന്നതിനുള്ള സാഹചര്യം സൃഷ്ടിക്കുക എന്ന വിശാലമായ കാഴ്ചപ്പാടാണ് അതിനുള്ളത്. ഇവിടെ വ്യത്യസ്ത ജനവിഭാഗങ്ങൾ അങ്ങനെയുള്ള ജനതയെ യോജിപ്പിച്ചു നിർത്തുന്നതിനുള്ള ഭരണഘടനാപരമായ സംവിധാനം, ആ നിലയിലാണ് ഫെഡറലിസത്തെ കാണുന്നത്. ഫെഡറലിസം ഉന്മൂലനം ചെയ്താൽ രാജ്യത്തിൻ്റെ ഐക്യത്തെയും അഖണ്ഡതയെയുമാണ് അത് ബാധിക്കുക. ഇത് ഗൗരവമായി തിരിച്ചറിയേണ്ട ഒരു കാലമാണിത്. അതുകൊണ്ട് തന്നെ ഫെഡറലിസത്തിൻ്റെ സംരക്ഷണം എന്നത് രാജ്യത്തിൻ്റെ ഐക്യവും അഖണ്ഡതയും കാത്തുസൂക്ഷിക്കുന്നതിൻ്റെ ഭാഗമാണ്. ഇവിടെ ചരിത്രം പരിശോധിച്ചാൽ ഫെഡറലിസത്തിന് വേണ്ടിയുള്ള പോരാട്ടത്തിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പ്രധാന പങ്ക് വഹിച്ചിട്ടുണ്ട് എന്ന് കാണാൻ കഴിയും. വിവിധ സംസ്ഥാനങ്ങളിൽ ഉയർന്നു വന്ന ഭാഷാ പ്രസ്ഥാനങ്ങളുമായി കൈകോർത്ത് പിടിച്ചുകൊണ്ട് ഈ സമരത്തെ കമ്മ്യൂണിസ്റ്റുകാർ മുന്നോട്ട് കൊണ്ടുപോയി. ഇതിൻ്റെ ഭാഗമായി ഓരോ സംസ്ഥാനത്തും അതിൻ്റേതായ സവിശേഷതകൾ മുന്നോട്ട് വെക്കുന്ന പുസ്തകങ്ങളും ആ ഘട്ടത്തിൽ പ്രസിദ്ധീകരിക്കപ്പെട്ടിരുന്നു. വിശാലാന്ധ്ര എന്ന പി സുന്ദരയ്യയുടെ പുസ്തകം, കേരളം മലയാളിയുടെ മാതൃഭൂമി എന്ന EMSൻ്റെ പുസ്തകം, ഇതെല്ലാം ഈ തരത്തിൽ രൂപപ്പെട്ടു വന്നതാണ്. ഇതിൻ്റെ ഭാഗമായി തന്നെയാണ്, തുടർച്ച എന്ന നിലയിലാണ് സ്വതന്ത്ര തിരുവിതാംകൂറിനെതിരെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇവിടെ ആലപ്പുഴയിൽ നടത്തിയ പുന്നപ്ര വയലാർ സമരം. തിരുവിതാംകൂർ കേരളത്തിൻ്റെയും ഇന്ത്യയുടെയും ഭാഗമായി തീരുന്നതിന് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനം വഹിച്ച പങ്ക് ആർക്കും തള്ളിക്കളയാവുന്നതല്ല. ഇങ്ങനെ രാജ്യത്തെ ഫെഡറൽ സംവിധാനത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരുന്നതിനുള്ള സമരങ്ങൾ വിവിധ ഘട്ടങ്ങളിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തിയിട്ടുണ്ട്. 1967 മുൻപുള്ള അവസ്ഥയെടുത്താൽ കോൺഗ്രസ് രാജ്യത്ത് എല്ലായിടവും ചോദ്യം ചെയ്യപ്പെടാത്ത ശക്തിയായി നിൽക്കുകയായിരുന്നല്ലോ. 1957 ഇവിടെ കേരളത്തിൽ കോൺഗ്രസിൻ്റേതല്ലാത്ത കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് അധികാരത്തിൽ വന്നു. എന്നാൽ എല്ലായിടവും
കോൺഗ്രസ് ചോദ്യം ചെയ്യപ്പെടുന്ന ശക്തിയായി നിൽക്കുകയായിരുന്നു. 1967 ആയപ്പോൾ കേന്ദ്രത്തിൽ കോൺഗ്രസും വിവിധ സംസ്ഥാനങ്ങളിൽ അതേ പാർട്ടി എന്ന നിലയിൽ മാറ്റം വന്നു. കോൺഗ്രസിന് പകരം കോൺഗ്രസ് ഇതര രാഷ്ട്രീയ പാർട്ടികൾ വിവിധ സംസ്ഥാനങ്ങളിൽ 1967 അധികാരത്തിൽ വന്നു. ഇങ്ങനെ വന്നപ്പോൾ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളുടെ പ്രശ്നം സജീവമായി ഉയർന്നു വരികയും ചർച്ച ചെയ്യാൻ ഇടവരികയും ചെയ്തു. 1977 പശ്ചിമ ബംഗാളിൽ ഇടതുപക്ഷ സർക്കാർ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് 15 മെമ്മോറാണ്ടം കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചു. ഇതിൻ്റെ തുടർച്ചയിൽ ഇടതുപക്ഷ പാർട്ടികളും ജനാധിപത്യ പാർട്ടികളും യോജിച്ച് മുന്നേറുന്ന സ്ഥിതി രാജ്യത്തുണ്ടായി. അതിൻ്റെ തുടർച്ചയായാണ് ശ്രീനഗറിൽ വെച്ച് ഒരു സമ്മേളനം ചേർന്നത്. അധികാരങ്ങളും വിഭവങ്ങളും തീരുമാനമെടുക്കാനുള്ള അവകാശങ്ങളും എല്ലാം താഴേക്ക് വിന്യസിച്ചാൽ അതിൻ്റെ ഫലമായി കേന്ദ്ര സർക്കാർ ദുർബലപ്പെടുകയല്ല, കൂടുതൽ ശക്തിപ്പെടുകയാണ് ചെയ്യുക എന്ന കാഴ്ചപ്പാട് ഈ സമ്മേളനം മുന്നോട്ട് വെച്ചു. ഇത്തരം ഇടപെടലുകൾക്ക് ഫലമുണ്ടായി. അങ്ങനെയാണ് സർക്കാരിയ കമ്മീഷൻ രൂപീകരിക്കപ്പെട്ടത്. ആ കമ്മീഷൻ 247 ശുപാർശകൾ മുന്നോട്ട് വെച്ചു. പക്ഷേ മൗലികമായ അഴിച്ചുപണി നടത്തുന്ന രീതിയിൽ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളിൽ മാറ്റം വരുത്തുവാൻ അന്ന് അധികാരത്തിലുണ്ടായിരുന്ന കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ തയ്യാറായില്ല. കേന്ദ്രത്തിൽ അധികാരത്തിലിരുന്ന ഗവൺമെൻറ്റുകൾ തയ്യാറായില്ല. തുറന്നു വന്ന BJP സർക്കാർ ഇത് നടപ്പാക്കാതെ നേരത്തെ സ്വീകരിച്ച നയങ്ങൾ കൂടുതൽ ശക്തമായി നടപ്പിലാക്കുന്ന രീതിയാണ് സ്വീകരിച്ചത്. അവർ മുന്നോട്ട് വെക്കുന്ന ഫാസിസ്റ്റ് അജണ്ടകൾക്ക്, ആഗോളവൽക്കരണ നയങ്ങൾക്ക് തടസ്സമായി നിൽക്കുന്നതാണ് ഫെഡറലിസം എന്നവർ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ അതിനെതിരെയുള്ള ശക്തമായ നിലപാടാണ് BJPയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെൻറ് സ്വീകരിച്ചു വന്നത്. രാജ്യത്തെ ഒറ്റ കമ്പോളമാക്കി മാറ്റുക, ഇതാണ് ആഗോളവൽക്കരണ നയത്തിൻ്റെ കാഴ്ചപ്പാട്. അത് നേരത്തെ തന്നെ സ്വീകരിച്ചതും അംഗീകരിച്ചതും RSS ആണ്. അതുകൊണ്ടാണ് നമ്മുടെ രാജ്യത്ത് ആദ്യഘട്ടത്തിൽ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യയിൽ പൊതുമേഖലാ സ്ഥാപനങ്ങൾ ആരംഭിക്കുമ്പോൾ അത് പാടില്ല, ഇവിടെ സ്വതന്ത്ര കമ്പോളമാണ് വേണ്ടത്. RSS അന്ന് വാദിച്ചത് സ്വതന്ത്ര കമ്പോളത്തിന് വേണ്ടിയായിരുന്നു, പൊതുമേഖലാ സ്ഥാപനങ്ങൾക്ക് എതിരായ നിലപാടായിരുന്നു. അതോടൊപ്പം തന്നെ നാം കാണേണ്ട കാര്യമാണ്, രാജ്യത്തെ ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിനുള്ള പ്രസ്ഥാനങ്ങൾ പലയിടത്തും ഉയർന്നു വന്നു. RSS അതിന് തീർത്തും എതിരായിരുന്നു. ഭാഷാടിസ്ഥാനത്തിലുള്ള സംസ്ഥാനം എന്ന കാഴ്ചപ്പാടിനെ അവർ എതിർത്തു. നമ്മുടെ ഭരണഘടന പ്രകാരം സംസ്ഥാനങ്ങൾക്ക് സവിശേഷമായ അധികാരങ്ങൾ വിഭാവനം ചെയ്തിട്ടുണ്ട്. എന്നാൽ അത്തരത്തിലുള്ള സംസ്ഥാനങ്ങളുടെ അധികാരങ്ങളെല്ലാം ഇല്ലാതാക്കാനുള്ള പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമായി ആദ്യം ചെയ്തത് ആസൂത്രണ പ്രക്രിയ തന്നെ ഇല്ലാതാക്കലാണ്. ജമ്മു കാശ്മീരിൻ്റെ പ്രത്യേക പദവി 307 പദവി എടുത്തു മാറ്റി. ഇവിടെ ലക്ഷദ്വീപിൻ്റെ അവകാശങ്ങൾ പോലും ഇല്ലാതാക്കുന്ന നടപടിയിലേക്ക് അവർ കടന്നു. മാത്രമല്ല, നമ്മുടെ സംസ്ഥാനങ്ങൾക്ക് കാര്യങ്ങൾ നിർവഹിക്കാൻ അധികാരമുള്ള സംസ്ഥാന ലീസ്റ്റിലുള്ള വിഷയങ്ങളുണ്ട്. ആ വിഷയങ്ങളെ കേന്ദ്ര ലീസ്റ്റിലേക്ക് വലിയ തോതിൽ മാറ്റുകയാണ്. അത് ഇതിൻ്റെ ഭാഗമായി സ്വീകരിക്കുന്ന നടപടിയാണ്. ഇപ്പോൾ സംസ്ഥാന വിഷയമാണ് സഹകരണ വിഷയം. പക്ഷേ സഹകരണ മേഖലയെ കേന്ദ്രത്തിൻ്റെ പരിധിയിൽ കൊണ്ടുവരാൻ തയ്യാറായി. അതിനെ സുപ്രീം കോടതി പോലും എതിർത്തു. നിയമം കൊണ്ടുവരാൻ കേന്ദ്ര ഗവൺമെൻറ് നടത്തിയ ഇടപെടലുകളെല്ലാം ഈ സംസ്ഥാന വിഷയം കേന്ദ്രം കൈക്കലാക്കുന്നതിൻ്റെ ഭാഗമായുള്ളതാണ്. എല്ലാ സംസ്ഥാനങ്ങളിലും കേന്ദ്രത്തിലെ ഭരണകക്ഷിയല്ല ഉള്ളത്, BJP ഇതര സംസ്ഥാനങ്ങളുണ്ട്. അപ്പോൾ സംസ്ഥാനങ്ങളിൽ, അത്തരം സംസ്ഥാനങ്ങളിൽ പ്രത്യേകിച്ചും ഗവർണർമാരെ ഉപയോഗപ്പെടുത്തി കേന്ദ്ര സർക്കാർ നടന്ന പ്രവർത്തനങ്ങൾ ഫെഡറലിസത്തെ തകർക്കും വിധമുള്ളതാണ്. ഇവിടെ സംസ്ഥാനങ്ങൾക്ക് വരുമാനം സാധാരണഗതിയിൽ വർദ്ധിപ്പിക്കാൻ കഴിയുക നികുതി ചുമത്തുന്നതിലൂടെയാണ്. പക്ഷേ നികുതി ചുമത്താനുള്ള സംസ്ഥാനങ്ങളുടെ അധികാരം എടുത്തു മാറ്റി GST കൊണ്ടുവന്നു. ഇതൊരു ഭാഗമാകുന്നുള്ളൂ. നമ്മുടെ രാജ്യത്ത് കേന്ദ്ര ഗവൺമെൻറ് വരുമാനം മുഴുവൻ നികുതിയിലൂടെ മാത്രമല്ല, നികുതിക്ക് പുറമെ വിവിധ സെസ്സുകളുണ്ട്. ആ സെസ്സുകൾ കേന്ദ്ര ഗവൺമെൻറ് കയ്യിലേക്ക് മാത്രം വരുമാനം എത്തുന്നതാണ്. മറ്റേ നികുതി വരുമാനം സംസ്ഥാനങ്ങൾക്ക് കൂടി അവകാശപ്പെട്ടതാണ്. അത് നിഷേധിക്കുന്നതിനാണ് സെസ് വ്യാപകമായി ചുമത്തുന്നത്. ഇതെല്ലാം ഫെഡറലിസത്തെ ദുർബലപ്പെടുത്തുന്നതാണ്. ഫെഡറലിസത്തിൻ്റെ ഭാഗമായി നിലനിൽക്കുന്ന സംസ്ഥാനത്തിൻ്റെ അധികാരങ്ങളെ ദുർബലപ്പെടുത്തുന്നതാണ്. ഇതോടൊപ്പം കാണേണ്ട ഒരു പ്രശ്നമാണ് ഹിന്ദിയെ ഒരു ഭാഷ എന്ന നിലക്ക് അടിച്ചേൽപ്പിക്കാനുള്ള നീക്കങ്ങൾ.
അതും ഫെഡറലിസത്തെ ദുർബലപ്പെടുത്തുന്ന തരത്തിലുള്ളതാണ്. ഇവിടെ സംസ്ഥാനങ്ങൾക്ക് അർഹമായ വിഹിതം കേന്ദ്ര സർക്കാർ നൽകേണ്ടതായിട്ടുണ്ട്. പക്ഷേ നമ്മുടെ അനുഭവം, കേരളത്തിൻ്റെ അനുഭവം പ്രത്യേകിച്ചും, നമുക്ക് അർഹതപ്പെട്ട വിഹിതം നിഷേധിക്കുന്നു എന്നുള്ളതാണ്. ഇത്തരം കാര്യങ്ങളിൽ തെറ്റായ മാനദണ്ഡങ്ങൾ കൊണ്ടുവരികയാണ്. ഇപ്പോൾ സംസ്ഥാനങ്ങൾക്ക് കൃത്യമായി ലഭിക്കുന്ന വിഹിതം തടയുന്നതിനുള്ള നടപടികളാണ് ഇതിൻ്റെ ഭാഗമായി ഉണ്ടാകുന്നത്. ഇപ്പോൾ വലിയ തോതിൽ ഉയർന്നു കേൾക്കുന്ന ഒരു മുദ്രാവാക്യം, ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ്, ഇത് ഫെഡറലിസത്തിനെ തകർക്കും വിധമുള്ളതാണ്. പാർലമെന്ററി ജനാധിപത്യ വ്യവസ്ഥയെ പ്രസിഡൻഷ്യൽ വ്യവസ്ഥ കൊണ്ട് പകരം വെക്കണമെന്ന കാഴ്ചപ്പാടാണ് BJPക്കുള്ളത്. യഥാർത്ഥത്തിൽ ഫെഡറലിസത്തിൻ്റെ കടക്കൽ കത്തിവെക്കുന്ന ശ്രമമാണത്, കത്തിവെക്കാനുള്ള നീക്കമാണ്. പാർലമെന്ററി വ്യവസ്ഥയിൽ വ്യത്യസ്ത മേഖലയിൽ നിന്നുള്ള ആളുകളാണ് പാർലമെന്റിലേക്ക് വരിക. വൈവിധ്യങ്ങളുടെ കൂടിച്ചേരലായി മാറുന്നതിലൂടെ ഫെഡറലിസത്തെ ശക്തിപ്പെടുത്താനുള്ള ഉപാധിയായിട്ടാണത് മാറുക. അതിനെ തകർക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് തെരഞ്ഞെടുപ്പിനെ പുതിയ രീതിയിൽ അവതരിപ്പിക്കാൻ നോക്കുന്നത്. ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് എന്ന രീതിയിൽ അവതരിപ്പിക്കുന്നു. നമ്മുടെ രാജ്യത്തെ ഹിന്ദു രാഷ്ട്രമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യം വരെ ഇതിൻ്റെ കൂടെ ഉയരുന്നുണ്ട് എന്നതും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. സംസ്ഥാനങ്ങളെ സാമ്പത്തികമായി വലിയ തോതിൽ ബുദ്ധിമുട്ടിക്കുകയാണ്. അത്തരം നയത്തിൻ്റെ ഭാഗമായി സംഭവിക്കുന്നത് എന്താ? കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കുന്ന ആഗോളവൽക്കരണ നയത്തിന് ബദൽ നയങ്ങൾ നമ്മുടേതുപോലെ സംസ്ഥാനം നടപ്പിലാക്കുമ്പോൾ ആ ബദൽ നയങ്ങൾ നടത്താൻ പറ്റാത്ത സാഹചര്യം സൃഷ്ടിക്കുക, അതിനെ തകർക്കുക, അതാണ് കേന്ദ്ര സർക്കാർ ലക്ഷ്യം വെക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി അനേകം നടപടികൾ സംസ്ഥാനങ്ങളുടെ നേരെ തെറ്റായ രീതിയിൽ സ്വീകരിക്കുന്നതായി കാണാൻ നമുക്ക് കഴിയും. അപ്പോൾ ബദൽ നയങ്ങൾ പാടില്ല, തങ്ങൾ നടപ്പാക്കുന്ന നയം തന്നെ എല്ലായിടവും നടപ്പാക്കപ്പെടണം. അതാണ് കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന നില. ഇപ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ അനുഭവം പറഞ്ഞാൽ 2016 ശേഷം നമ്മൾ നടത്തുന്ന വികസന പ്രവർത്തനങ്ങളിൽ അതിൽ ആവശ്യമായ ധനം നമ്മുടെ ഖജനാവിനെ മാത്രം ആശ്രയിച്ചല്ല നമ്മൾ കണ്ടെത്തുന്നത്. നമ്മുടെ ഖജനാവിൻ്റെ ശേഷി മാത്രം ഉപയോഗപ്പെടുത്തി കേരളത്തിൽ ഉയർന്നു വരുന്ന ആവശ്യങ്ങൾ നിറവേറ്റാൻ പുറപ്പെട്ടാൽ ദശാബ്ദങ്ങൾ കാത്തുനിന്നാലും നടപ്പാക്കാൻ പറ്റാത്ത അവസ്ഥ വരും. അത്രയേ നമ്മുടെ ഖജനാവിന് ശേഷിയുള്ളൂ. എന്നാൽ ആവശ്യങ്ങൾ വളരെ വലുതാണ്. ആ ആവശ്യങ്ങൾ നിറവേറ്റണമെങ്കിൽ മറ്റൊരു മാർഗത്തിലൂടെ ധനം കണ്ടെത്താനാവണം. അങ്ങനെയാണ് ആ മാർഗത്തെക്കുറിച്ച് ആലോചിച്ചപ്പോഴാണ് 2016 കിഫ്ബിയെ പുനർജീവിപ്പിക്കാൻ തീരുമാനിച്ചത്. കിഫ്ബിയുടെ പ്രവർത്തനാനുഭവം വെച്ചാൽ നല്ല രീതിയിൽ നാടിൻ്റെ വികസനത്തിനു വേണ്ടി അതിലൂടെ പണം കണ്ടെത്താനായി എന്നുള്ളതാണ്. അന്ന് 5 വർഷം കൊണ്ട് നമ്മൾ ലക്ഷ്യമിട്ടിരുന്നത് 50,000 കോടി രൂപയായിരുന്നു. 50,000 കോടി രൂപയുടെ പശ്ചാത്തല സൗകര്യ വികസനമാണ്. എന്നാൽ 2021 ആയപ്പോൾ 50 അല്ല 62,000 കോടി രൂപയുടെ വികസന പദ്ധതികളാണ് കിഫ്ബിയിലൂടെ അംഗീകരിക്കപ്പെട്ടത്. ഇപ്പോൾ അത് 90,000 കോടി രൂപയിലെത്തി നിൽക്കുകയാണ്. ഇതിൻ്റെ സാക്ഷ്യപത്രങ്ങൾ നമ്മുടെ വിദ്യാഭ്യാസ മേഖലയെടുത്താൽ, ആരോഗ്യരംഗമെടുത്താൽ, വിവിധ പശ്ചാത്തല സൗകര്യ പദ്ധതികളെടുത്താൽ, റോഡുകൾ, പാലങ്ങൾ, എന്തിനധികം പറയുന്നു, നാഷണൽ ഹൈവേക്ക് സ്ഥലമേറ്റെടുക്കുന്നതിന് എവിടെയും ഇല്ലാത്ത തരത്തിൽ നമ്മുടെ സംസ്ഥാനത്തിന് 25%, ആ സ്ഥലമേറ്റെടുക്കുന്ന വിലയുടെ 25% നമ്മുടെ സംസ്ഥാനം വഹിക്കേണ്ടി വന്നപ്പോൾ അതിനു വേണ്ടി വരുന്ന പണം കിഫ്ബിയിൽ നിന്നാണ് നമ്മൾ കണ്ടെത്തിയത്. 5,600 കോടി രൂപ. ഇത് കേരളത്തിൻ്റെ വികസനം എന്നത് ഏതെങ്കിലും ഒരു പ്രദേശത്തിൻ്റെ വികസനം മാത്രമല്ലല്ലോ, നമ്മുടെ രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ ഭാഗമാണല്ലോ. വിദ്യാഭ്യാസ മേഖല അഭിവൃദ്ധിപ്പെട്ടാൽ ഇന്ത്യയിലെ വിദ്യാഭ്യാസ രംഗത്തിൻ്റെ അഭിവൃദ്ധിയായിട്ടല്ലേ ഇത് കണക്കാക്കുക. ആരോഗ്യരംഗം അഭിവൃദ്ധിപ്പെട്ടാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ആരോഗ്യരംഗത്തിൻ്റെ അഭിവൃദ്ധിയായിട്ടല്ലേ ഇത് കണക്കാക്കുക. ഓരോ മേഖലയുടെയും ഉദാഹരണങ്ങളിലേക്കൊന്നും ഞാനിപ്പോൾ പോകുന്നില്ല. പക്ഷേ ഇതെങ്ങനെ തടയാം, അതാണ് കേന്ദ്ര സർക്കാർ ആലോചിച്ചത്. സാധാരണഗതിയിൽ ഇത്തരമൊരു പദ്ധതിയെ രാജ്യത്തിൻ്റെ വികസനത്തിൻ്റെ ഭാഗമായുള്ള പദ്ധതിയായി കണ്ടുകൊണ്ട് അതിന് പിന്തുണ നൽകുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടത്. പക്ഷെ നമ്മളോട് കാണിച്ചത്, നിങ്ങൾ കിഫ്ബിയിലൂടെ എടുക്കുന്ന വായ്പ അത് സംസ്ഥാനത്തിന് എടുക്കാൻ കഴിയുന്ന വായ്പാ പരിധിയിൽ ഉൾപ്പെടുത്തും എന്ന് പറഞ്ഞാൽ സംസ്ഥാനത്തിൻ്റെ വായ്പാ പരിധി അതനുസരിച്ചിട്ട് വെട്ടിക്കുറക്കും. ഒരു കാര്യം നമ്മളിപ്പോൾ ശ്രദ്ധപ്പെടുത്തി, അല്ല നിങ്ങളുടെ കയ്യിൽ നാഷണൽ ഹൈവേ അതോറിറ്റി ഉണ്ട്, മറ്റു ചില സ്ഥാപനങ്ങളുണ്ട്, അതെല്ലാം പറഞ്ഞു. അവരെല്ലാം കടമെടുക്കുന്നുണ്ടല്ലോ. ആ കടം ഇന്ത്യ ഗവൺമെൻറ് കടമായിട്ട് കണക്കാക്കുന്നില്ലല്ലോ, അതിനുത്തരവില്ല. വേറൊരു കാര്യം, ഇപ്പോൾ അടുത്ത നാളുകളിൽ കൂടി സംസ്ഥാന ഗവൺമെൻറ് കേന്ദ്ര ഗവൺമെൻറ് അടുത്ത് ആവശ്യപ്പെട്ടൊരു കാര്യമാണ്, നിങ്ങൾ
ഒരു സംസ്ഥാനത്തും ഇല്ലാത്ത രീതിയിൽ ഞങ്ങളിൽ നിന്ന് നാഷണൽ ഹൈവേ ഭൂമി ഏറ്റെടുക്കുന്നതിന് വേണ്ടി 25% വാങ്ങി. അതിൽ 6000 കോടിയോളം രൂപ നിങ്ങൾക്ക് ഞങ്ങൾ തന്നു. ഇത് കിഫ്ബിയിൽ നിന്നാണ് ഞങ്ങൾ തന്നത്. നിങ്ങൾ ആ 6000 കോടിയോളം രൂപ സംസ്ഥാനമെടുക്കുന്ന വായ്പയിൽ വെട്ടിക്കുറവ് വരുത്തുകയാണ്. ഫലത്തിൽ സംസ്ഥാനത്തിന് എന്താ സംഭവിക്കുന്നത്? കിഫ്ബിയിലൂടെ എടുക്കാൻ കഴിയുന്ന 6000 അത് ഇവിടെ കൊടുത്തു, നാഷണൽ ഹൈവേക്ക് കൊടുത്തു. നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനത്തിന് ചെലവേണ്ടതാണത്. അത് പോയി. ആ 6000 പോയി. 6000 ഞാൻ കണക്കിന് വേണ്ടി പറയുന്നതാണ്. 5600 6000 കോടിയോളം രൂപ എന്ന് കണക്കാക്കുന്നു. അത് പോയി കയ്യിൽ നിന്ന്. എന്നാൽ അതോടൊപ്പം തന്നെ സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കടത്തിൽ ഈ 6000 കോടിയോളവും കുറവ് വരുത്തുകയാണ്. ഇപ്പോൾ സംസ്ഥാനം കടമെടുക്കുന്നതിന് നാടിൻ്റെ വികസന കാര്യങ്ങൾക്ക് ചെലവിടാനാണ്. അതും ഇല്ലാതാകുകയാണ്. ഇപ്പോൾ ചുരുക്കത്തിൽ 12000 കോടിയോളം രൂപ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ചെലവിടുന്നത് തടയുകയാണ്. നിങ്ങൾ ഈ 6000 കോടിയോളമെങ്കിലും ഞങ്ങൾക്ക് അനുവദിക്കൂ എന്നിപ്പോൾ അവസാനം വരെ പറഞ്ഞു നിൽക്കുകയാണ്. പക്ഷേ അനുവദിക്കാൻ തയ്യാറല്ല. ഇതാണ് ബദൽ നയങ്ങളുടെ നേരെ കേന്ദ്ര ഗവൺമെൻറ് സ്വീകരിക്കുന്ന നിലപാട്. നമ്മുടെ ക്ഷേമ പെൻഷൻ, ആ ക്ഷേമ പെൻഷൻ നൽകുന്നതിന് ഒരു കമ്പനി നമ്മളുണ്ടാക്കി. ആ കമ്പനിയിലൂടെ ക്ഷേമ പെൻഷൻ കൃത്യമായി കൊടുത്തു വരികയായിരുന്നു. അത് ഈ പറയുന്ന നിലപാടെടുത്ത് തടയുന്ന നില കൊണ്ടുപോകുന്നു. അപ്പോൾ ഒരു തരത്തിലും ബദൽ നയങ്ങൾ പാടില്ല എന്നുള്ളതാണ്. നമുക്ക് അനുവദനീയമായ കടപരിധി 3%. അതും നിഷേധിക്കുകയാണ്. ഇവിടെ സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതം വലിയ തോതിൽ കേന്ദ്ര സർക്കാർ വെട്ടിക്കുറക്കുകയാണ്. കേന്ദ്രത്തിൻ്റെ മൊത്തം വരുമാനം അതിൻ്റെ 1/3 സെസ്സുകളും സർചാർജുകളുമാക്കി മാറ്റി. ആ സെസ്സുകളും സർചാർജുകളും സംസ്ഥാനങ്ങളുമായി പങ്കുവെക്കേണ്ടതില്ല. അപ്പോൾ കേന്ദ്രത്തിൻ്റെ കയ്യിലെത്തുന്ന വരുമാനം സംസ്ഥാനങ്ങൾക്ക് വീതിച്ചു നൽകുന്നതിൽ വലിയ കുറവ് വരുത്തി എന്നുള്ളതാണ് കാണാൻ നമുക്ക് സാധിക്കും. ഇപ്പോൾ നേരത്തെയുള്ള ഒരു അനുഭവത്തിൽ YV റെഡ്ഡിയുടെ നേതൃത്വത്തിലുള്ള ധനകാര്യ കമ്മീഷൻ സംസ്ഥാനങ്ങൾക്ക് 42% കേന്ദ്ര നികുതി വിഹിതം നൽകണമെന്നാണ് ശുപാർശ ചെയ്തത്. 2014 BJP സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ അത് 33% വെട്ടിക്കുറക്കാനാണ് ശ്രമിച്ചത്. ഇപ്പോൾ സംസ്ഥാനങ്ങൾക്കുള്ള നികുതി വിഹിതത്തിൽ സ്വതന്ത്ര തീരുമാനമെടുക്കാൻ അധികാരമുള്ള ഭരണഘടനാ സ്ഥാപനമാണ് ധനകാര്യ കമ്മീഷൻ. ഈ ഭരണഘടനാ മാനദണ്ഡം ലംഘിച്ചാണ് കേന്ദ്ര സർക്കാർ ആ ഘട്ടത്തിൽ ധനകാര്യ കമ്മീഷന് മേൽ സമ്മർദ്ദം ചെലുത്തിയത്. ഇപ്പോൾ വിദ്യാഭ്യാസ രംഗത്ത് എന്താണ് രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത്? വിദ്യാഭ്യാസം എന്നത് സാധാരണഗതിയിൽ സംസ്ഥാനങ്ങൾക്ക് വലിയ തോതിൽ നിർവഹിക്കാനുള്ള ഒരു മേഖലയാണ്. പക്ഷേ സംസ്ഥാനങ്ങൾക്കുള്ള എല്ലാ സാധ്യതകളെയും തകർക്കുകയാണ്. അവിടെ കായികവൽക്കരണവും വാണിജ്യവൽക്കരണവും അതിൻ്റേതായ അജണ്ടകൾ നടപ്പിലാക്കാനാണ് ശ്രമിക്കുന്നത്. ഇപ്പോൾ കേന്ദ്ര വിദ്യാഭ്യാസ നയം, അതിൻ്റെ കരടിൽ വൈസ് ചാൻസലർ നിയമനം, ആ വൈസ് ചാൻസലർ നിയമനത്തിനുള്ള സെർച്ച് കമ്മിറ്റിയുടെ രൂപീകരണം അതുപോലും ചാൻസലറുടെ മാത്രം അധികാരമാക്കി മാറ്റാനാണ് ഉദ്ദേശിക്കുന്നത്. സംസ്ഥാന സർവകലാശാലകളിലെ വൈസ് ചാൻസലർമാരെ ഫലത്തിൽ കേന്ദ്രം ഭരിക്കുന്ന പാർട്ടി തീരുമാനിക്കുന്ന നില, അതാണ് പുതിയ നിർദ്ദേശത്തിൽ കാണാൻ നമുക്ക് കഴിയുക. ഇവിടെ വിദ്യാഭ്യാസ രംഗത്ത് വലിയ തോതിലുള്ള അസ്വസ്ഥത സൃഷ്ടിക്കുന്ന ഒന്നാണത്. എന്തിനാണ് ഇത്തരത്തിൽ നീങ്ങുന്നത്? കൃത്യമായ അജണ്ടയുടെ ഭാഗമാണ്. നമ്മുടെ ചരിത്രം അത് കുട്ടികൾ പഠിക്കുന്നതിനിടവരരുത്. ആ പുതിയ ചരിത്രം പഠിക്കണം. യഥാർത്ഥ ചരിത്രമല്ല, സൃഷ്ടിക്കപ്പെട്ട ചരിത്രം. അതിൻ്റേതായ ഒട്ടേറെ ഉദാഹരണങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കാളിത്തം വഹിക്കാത്ത ഒരു കൂട്ടര്, സ്വാതന്ത്ര്യ സമരത്തെ തള്ളിപ്പറഞ്ഞവർ, ആ ഘട്ടത്തിൽ ബ്രിട്ടീഷ് വൈസ്രോയിയോട് ഞങ്ങൾക്ക് നിങ്ങളുമായി അഭിപ്രായ വ്യത്യാസമില്ല, നിങ്ങളിവിടെ തുടരണമെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം എന്ന് നേരിട്ട് പോയി അറിയിച്ചവർ, അവരെല്ലാം സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനവുമായി കണക്കാക്കിയാൽ ചരിത്രം വഞ്ചകരായിട്ടാണല്ലോ കണക്കാക്കുക. ആ ചരിത്രം അതേപോലെ വരും തലമുറ പഠിക്കാൻ പാടില്ല. അവിടെ മാപ്പെഴുതി കൊടുത്തു പോയ ആള് വീരനായിരുന്നു, അദ്ദേഹമാണ് വലിയ സ്വാതന്ത്ര്യ സമര സേനാനി എന്ന പുതിയ പഠിപ്പിക്കൽ വരണം. ആ പുതിയ ചരിത്രം വരണം. അതിന് ഇന്നുള്ള വിദ്യാഭ്യാസ ഘടന മാറണം. അതിനുവേണ്ടി കായികവൽക്കരണം പൂർണ്ണമായിട്ട് നടപ്പാക്കണം. ഇതാണ് നടപ്പാക്കുന്നത് എന്ന് നമ്മൾ ഓർക്കണം. ഇപ്പോൾ ഈ അടുത്ത നാളിൽ GSTയുടെ പരിഷ്കരണം വന്നല്ലോ. GST പരിഷ്കരണം സാധാരണഗതിയിൽ നടപ്പാക്കേണ്ടത് GST കൗൺസിലാണ്. പക്ഷേ GST കൗൺസിലിനെ പൂർണ്ണമായും അപ്രസക്തമാക്കി പ്രധാനമന്ത്രി നേരെ അങ്ങ് പ്രഖ്യാപിച്ചു. ഇതാണ് രീതി. ഇപ്പോൾ
നമ്മുടെ കേരളത്തിന് വർഷത്തിൽ 10,000 കോടി രൂപയുടെ നഷ്ടമാണ് സംഭവിക്കാൻ പോകുന്നത്. പഴയ കണക്കല്ല. ഈ പരിഷ്കരണം വരുന്നതിന് മുൻപ് നമ്മുടെ സംസ്ഥാനത്തിന് കിട്ടേണ്ടിയിരുന്ന വരുമാനത്തിൽ ഒരു വർഷം 10,000 കോടി രൂപയുടെ വരുമാനം കുറയാൻ പോകുന്നു. ഇത് നികത്തണം എന്ന് കൗൺസിലിൽ ശക്തമായി ആവശ്യപ്പെട്ടെങ്കിലും അതുമായി ബന്ധപ്പെട്ട് തീരുമാനങ്ങൾ ഒന്നുമായിട്ടില്ല. അവരുടെ കണ്ട കാര്യം അടിച്ചേൽപ്പിക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. ഇവിടെ 8 സംസ്ഥാനങ്ങളിലെ ധനമന്ത്രിമാർ ഒരേ സ്വരത്തിൽ ആവശ്യപ്പെട്ടൊരു കാര്യമുണ്ട്. നിങ്ങളിപ്പോൾ നിരക്ക് കുറയുന്നത്, ആ കുറയുന്ന നിരക്കിൻ്റെ ഗുണഫലം ഉപഭോക്താക്കൾക്ക് കിട്ടണം. അത് കോർപ്പറേറ്റുകൾക്ക് കിട്ടുന്ന നിലയുണ്ടാവരുത്. കാരണം വിലയിൽ വ്യത്യാസം വരണമല്ലോ. ഇപ്പോൾ നിരക്ക് കുറച്ചാൽ ആ വിൽപ്പന വിലയിൽ നിരക്കിൽ കുറവ് വരണമല്ലോ. നമ്മുടെ രാജ്യത്തിൻ്റെ പലപ്പോഴുമുള്ള അനുഭവം ഇത്തരം കുറവുകൾ വരാറില്ല. അതുകൊണ്ടാണ് 8 സംസ്ഥാനങ്ങൾ ഒന്നിച്ചു തന്നെ ഈ ഒരു ആവശ്യം ഉന്നയിച്ചിട്ടുള്ളത്. 8 സംസ്ഥാനങ്ങൾ ഒന്നിച്ചു തന്നെ ഞങ്ങൾക്ക് സംഭവിക്കുന്ന നഷ്ടം നികത്തണമെന്നും ആവശ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളെ കേരളത്തിൻ്റെ നഷ്ടം മാത്രമാണ് 10,000 കോടി എന്ന് ഞാൻ പറഞ്ഞത്. ഇവിടെ നമ്മുടെ രാജ്യത്തിൻ്റെ അവസ്ഥയെടുത്താൽ വ്യത്യസ്തങ്ങളായ മതങ്ങളുണ്ട്. അതിൻ്റെ ഭാഗമായുള്ള മതവിശ്വാസങ്ങൾ നമ്മുടെ രാജ്യത്ത് തുടരുന്നുണ്ട്. മഹാഭൂരിഭാഗം ആളുകളും ഏതെങ്കിലും മതത്തിൽ വിശ്വസിക്കുന്നവരാണ്. എന്നാൽ ഒരു മതത്തിലും വിശ്വസിക്കാത്തവരും നമ്മുടെ രാജ്യത്തുണ്ട്. അങ്ങനെ ഉള്ള എല്ലാവരും കൂടിച്ചേർന്നതായിരുന്നു നമ്മുടെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം. അതുകൊണ്ട് തന്നെ അവയെല്ലാം ഉൾക്കൊള്ളുക എന്നതാണ് സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനം സ്വീകരിച്ച നില. മതനിരപേക്ഷത നമ്മുടെ ഭരണഘടനയുടെ ഏറ്റവും പ്രധാനമായ സ്ഥാനം വഹിക്കുന്നതിനിടയായത് ഇതിൻ്റെ ഭാഗമായിട്ടാണ്. എല്ലാവർക്കും അവരവരുടെ മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശം, അതേസമയം ഒരു മതത്തിലും വിശ്വസിക്കാതിരിക്കാനുമുള്ള അവകാശം. ഈ എല്ലാ വിശ്വാസികൾക്കും വിശ്വാസമില്ലാത്തയാൾക്കും എല്ലാം തുല്യ അവകാശം. അതാണ് മതനിരപേക്ഷത നമ്മുടെ രാജ്യത്തിന് പ്രദാനം ചെയ്യുന്നത്. നമ്മുടെ രാജ്യത്തിൻ്റെ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ മതവിശ്വാസം മുറുകെ പിടിച്ചിരുന്ന ഒരുപാട് നേതാക്കൾ ഉണ്ടായിരുന്നു. സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അഭിവന്ദ്യരായ നേതാക്കൾ. പക്ഷെ അവരെല്ലാം മതനിരപേക്ഷതയ്ക്ക് വേണ്ടിയാണ് ശക്തമായി നിലകൊണ്ടിരുന്നത്. ഇപ്പോൾ ഗാന്ധിജി ഭഗവത്ഗീതയ്ക്ക് വ്യാഖ്യാനം എഴുതി. മൗലാന അബ്ദുൽ കലാം ആസാദ് ഖുറാന് ഭാഷ്യം രചിച്ചു. ഇവരെല്ലാം മതനിരപേക്ഷതയാണ് രാജ്യത്തിന് മുന്നിൽ ഉയർത്തിപ്പിടിച്ച ആശയം. എന്തുകൊണ്ടാണ് ഇത്തരത്തിലുള്ള മതവിശ്വാസികൾ മതനിരപേക്ഷ രാഷ്ട്രത്തിനായി നിലകൊള്ളാൻ തയ്യാറായത്? അത് കാണേണ്ടതും മനസ്സിലാക്കേണ്ടതും മതനിരപേക്ഷ രാഷ്ട്രത്തിൽ മാത്രമേ എല്ലാ മതവിശ്വാസികൾക്കും അവരുടെ വിശ്വാസങ്ങൾക്കനുസരിച്ച് ജീവിക്കാൻ കഴിയുകയുള്ളൂ. അതോടൊപ്പം വിശ്വാസമില്ലാത്ത ആളുകൾക്ക് അത്തരത്തിൽ ജീവിക്കാനുള്ള അവകാശവും. ഇത് മതനിരപേക്ഷ രാഷ്ട്രത്തിൽ മാത്രമേ സാധിക്കൂ. അതാണ് രാജ്യത്തിന് വേണ്ടത് എന്നതാണ് സ്വാതന്ത്ര്യ സമര നേതാക്കളും സ്വാതന്ത്ര്യ സമര സേനാനികളായിരുന്ന സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തിയ എല്ലാവരും മുന്നോട്ട് വെച്ചത്. അപ്പോൾ എല്ലാ മതവിശ്വാസികൾക്കും സന്തോഷത്തോടെ അവരുടെ വിശ്വാസവുമായി കഴിയാൻ പറ്റുന്ന രാഷ്ട്രം എന്ന നിലക്കാണ് മതനിരപേക്ഷ രാഷ്ട്രം എന്ന ആശയം മുന്നോട്ട് വരുന്നത്. ഇത് വർഗീയ ശക്തികൾക്ക് യോജിക്കാൻ കഴിയുന്ന കാര്യമല്ല. വർഗീയ ശക്തികളെ സംബന്ധിച്ചിടത്തോളം മതത്തെ രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടി ഉപയോഗിക്കുക, അതാണ് അവരുടെ സമീപനം. അതിനായി മതങ്ങളുടെ പേരിൽ സംഘർഷമുണ്ടാക്കുക, ആ സംഘർഷങ്ങളിൽ നിന്ന് രാഷ്ട്രീയ നേട്ടം കൈവരിക്കുക, ഇതാണ് അവരുടെ ലക്ഷ്യം. വർഗീയ സംഘടനകൾ നടത്തിയ പ്രവർത്തനങ്ങൾ പരിശോധിച്ചാൽ ആ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നാട്ടിൽ നടന്നിട്ടുള്ള സംഘർഷങ്ങൾ, കലാപങ്ങൾ, ചിലപ്പോൾ കൂട്ടക്കൊലപാതകങ്ങൾ, നമ്മുടെ മനുഷ്യ മനസ്സാക്ഷിയെ ഞെട്ടിപ്പിക്കുന്ന അനേക സംഭവങ്ങൾ, ഇതെല്ലാം അവരുപയോഗിച്ചത് രാഷ്ട്രീയ നേട്ടമുണ്ടാക്കുന്നതിനാണ്. അതുകൊണ്ടാണ് മനുഷ്യ മനസ്സാക്ഷിയെ മരവിപ്പിക്കുന്ന സംഭവങ്ങൾ അടക്കം ഇതിൻ്റെ ഭാഗമായി ഉണ്ടായാലും പിന്നീടുള്ള ഘട്ടത്തിൽ ഈ വർഗീയ സംഘടനകൾ അതിൽ നിന്ന് പിന്മാറാതിരിക്കുന്നത്. അവരതിൻ്റെ രുചി അറിഞ്ഞു കഴിഞ്ഞു. ആ രുചി അറിഞ്ഞതിൻ്റെ ഭാഗമായി തന്നെ കൂടുതൽ അതിലഭിരമിക്കുന്ന അവസ്ഥയാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ മതസംഘർഷങ്ങൾ രൂപപ്പെടുത്തേണ്ടത് ആവശ്യമാണെന്ന് അവർ കാണുന്നു. ഇവിടെ മതവിശ്വാസം സാധാരണഗതിയിൽ മുന്നോട്ട് വെക്കുന്ന പരസ്പര ബഹുമാനത്തിൻ്റെതായ കാഴ്ചപ്പാടുകളുണ്ട്. വർഗീയതയുമായി ബന്ധപ്പെട്ടല്ലാത്ത നില സ്വീകരിച്ചാൽ വർഗീയ മനസ്സുകളല്ലെങ്കിൽ മതവിശ്വാസികൾ പരസ്പരം ബഹുമാനിക്കുന്നവരായിരിക്കും. പക്ഷേ ഇവര്
വർഗീയ ശക്തികൾ ആ പരസ്പര ബഹുമാനത്തെ പൂർണ്ണമായും കൈയൊഴിയുകയാണ്. ആ സ്ഥാനത്ത് അന്യമത വിരോധം എങ്ങനെയെല്ലാം വളർത്താൻ പറ്റും എന്നാണ് അവർ ശ്രമിക്കുന്നത്. ഇപ്പോൾ വർഗീയത ഇത് രാഷ്ട്രീയ ആവശ്യത്തിന് വേണ്ടിയുള്ള ഒരു ഉപാധിയാണ്. ബ്രിട്ടീഷുകാർ ഇന്ത്യ ഭരിക്കുമ്പോൾ സാമ്രാജ്യത്വ ചൂഷണത്തിനെതിരായി രാജ്യത്ത് വലിയ തോതിലുള്ള ജനകീയ പ്രക്ഷോഭം ഉയർന്നു വന്നു. അത്തരം ജനകീയ പ്രക്ഷോഭങ്ങൾ തകർക്കേണ്ടത് ബ്രിട്ടീഷുകാരുടെ ഒരു ആവശ്യമായിരുന്നു. ആ ജനകീയ പ്രക്ഷോഭത്തിൽ ജനങ്ങളാകെയുണ്ട്. ആ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്നവരുടെ ഇടയിൽ ചേരിതിരിവുണ്ടാക്കുക. അതിന് അവരുപയോഗിച്ച ആയുധം വർഗീയതയായിരുന്നു. വർഗീയത ഉപയോഗിച്ച് ഈ പ്രക്ഷോഭത്തിൽ പങ്കെടുക്കുന്ന ആളുകളിൽ പരസ്പരം അവിശ്വാസം, സ്പർദ്ധ, വിദ്വേഷം ഇതെല്ലാം വളർത്തി അങ്ങനെ സംഘർഷമുണ്ടാക്കുക. അത്തരം സംഘർഷങ്ങൾ ഉയർന്നു വന്നാൽ സാമ്രാജ്യത്വ വിരുദ്ധ പ്രക്ഷോഭത്തെ ദുർബലപ്പെടുത്താനാകും. തങ്ങളുടെ ഗവൺമെന്റിന് മറ്റ് പ്രശ്നങ്ങൾ ഉണ്ടാവില്ല. ഇതാണ് ബ്രിട്ടീഷ് സർക്കാർ കണക്കാക്കിയത്. ബ്രിട്ടീഷുകാരുടെ ഈ നയങ്ങൾക്കെതിരെയാണ് മതനിരപേക്ഷതയുടെ രാഷ്ട്രീയം സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം കൊടുത്തവർ മുന്നോട്ട് വെച്ചത്. അതുമായാണ് സ്വാതന്ത്ര്യ സമരം മുന്നോട്ട് പോയത്. ഇവിടെ നാം ശ്രദ്ധിക്കേണ്ട കാര്യം, ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരം ഏറ്റവും നല്ല രീതിയിൽ ശക്തിപ്പെട്ടു നിൽക്കുന്ന ഘട്ടത്തിലാണ് RSSന്റെ ജനനം. RSS ആ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്തതേയില്ല. ബ്രിട്ടീഷുകാർക്ക് വേണ്ടി മതത്തിൻ്റെ പേര് പറഞ്ഞ് ജനങ്ങളെ തമ്മിലടിപ്പിക്കാനാണ് അന്ന് അവർ ശ്രമിച്ചത്. അത്തരം ആശയക്കാർക്ക് ഭരണഘടനയിലെ മതനിരപേക്ഷ കാഴ്ചപ്പാടിനെ അംഗീകരിക്കാൻ ആവില്ലല്ലോ. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് 600 നാട്ടുരാജ്യങ്ങൾ, ആ 600 നാട്ടുരാജ്യങ്ങളെ ആകെ ഒരു രാഷ്ട്രമാക്കി മാറ്റുക, അത് നമ്മുടെ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി നടന്ന കാര്യമാണ്. പക്ഷേ സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൽ ഒരു പങ്കും വഹിക്കാത്ത RSSന് ഈ തരത്തിലൊരു ഇന്ത്യ, ഈ 600 നാട്ടുരാജ്യങ്ങളും ഒന്നായി മാറിയ ഒരു ഇന്ത്യ എങ്ങനെ രൂപപ്പെട്ടു എന്നതിനെക്കുറിച്ച് ഒരു ധാരണയും ഇല്ല എന്നാണ് നാം കാണേണ്ടത്. ഇപ്പോൾ നമ്മുടെ രാജ്യത്ത് നടപ്പാക്കുന്ന നയം വർഗീയത ഒരു ഭാഗത്ത്, അതേസമയം കോർപ്പറേറ്റുകൾക്ക് അനുകൂലമായ നയങ്ങൾ അതാണ് വാശിയോടെ നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇതിനെതിരെ തൊഴിലാളികൾ, കർഷകർ, അധ്വാനിക്കുന്ന വിവിധ ജനവിഭാഗങ്ങൾ എല്ലാം വലിയ പ്രക്ഷോഭങ്ങളാണ് നടത്തുന്നത്. ആ പ്രക്ഷോഭങ്ങളെ ആകെ ക്ഷീണിപ്പിക്കണം. അതിന് നേരത്തെ ബ്രിട്ടീഷുകാർ സ്വീകരിച്ച തന്ത്രം ജനങ്ങളെ ഭിന്നിപ്പിക്കുക, അതാണ് ചെയ്യേണ്ടത് എന്ന് അവർ തിരിച്ചറിയുന്നു. അതോടൊപ്പം നാം ആധുനിക കാലത്ത് ഇത്തരം ശ്രമങ്ങൾക്ക് എല്ലാവിധ പിന്തുണയും നമ്മുടെ രാജ്യത്തെ കോർപ്പറേറ്റ് മാധ്യമങ്ങൾ നൽകുന്നതായി കാണാൻ സാധിക്കും. ഇവിടെ RSSും സംഘപരിവാറും സ്വീകരിക്കുന്ന വിഭാഗീയ നിലപാടുകൾ, വെറുപ്പിൻ്റെയും വിദ്വേഷത്തിൻ്റെയും നിലപാടുകൾ, അതിനെ പ്രോത്സാഹിപ്പിക്കുന്ന സമീപനം കോർപ്പറേറ്റ് മാധ്യമങ്ങൾ സ്വീകരിക്കുന്നതായിട്ട് കാണാൻ നമുക്ക് കഴിയും. ഇവിടെ മത താല്പര്യമല്ല, ഇവിടെ ഇപ്പോൾ കോർപ്പറേറ്റ് താല്പര്യം വലിയ തോതിൽ വർഗീയ രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനമായി മാറുന്നു എന്നുള്ളത് നാം കാണുന്നു. ഇപ്പോൾ വർഗീയത ഒരു ഭാഗത്ത്, കോർപ്പറേറ്റ് താല്പര്യം മറ്റൊരു ഭാഗത്ത്, ഇത് രണ്ടും കൂടി ചേർന്നുകൊണ്ടുള്ള ഇടപെടലും ഇന്ത്യയിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ കാണേണ്ട ഒരു വസ്തുത, മതനിരപേക്ഷതയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ന്യൂനപക്ഷ സംരക്ഷണമാണ്. പക്ഷേ അത് പൂർണ്ണമായും കാറ്റിൽ പറത്തിക്കൊണ്ടുള്ള നിലപാടുകളാണ് പുതിയ നിയമനിർമ്മാണങ്ങളിലൂടെ കേന്ദ്ര ഗവൺമെൻറ് നടപ്പാക്കുന്നത്. ഇപ്പോൾ മതരാഷ്ട്ര ആശയങ്ങൾ നിയമങ്ങളിലൂടെ നടപ്പാക്കുന്ന രീതി നമ്മുടെ രാജ്യത്ത് സ്വീകരിച്ചു വരികയാണ്. പൗരത്വ ഭേദഗതി നിയമം, വഖഫ് നിയമ ഭേദഗതി, ഏക സിവിൽ കോഡ്, ഇതിലെല്ലാം ഇത്തരം കാഴ്ചപ്പാടിൻ്റെ ഭാഗം കാണാൻ നമുക്ക് സാധിക്കും. നമ്മുടെ രാജ്യത്തിലെ പ്രബലമായ ഒരു ന്യൂനപക്ഷ വിഭാഗമാണ് മുസ്ലിം ന്യൂനപക്ഷം. ആ മുസ്ലിം ന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരെയാണ് ഇത്തരം നിയമങ്ങൾ കൊണ്ടുവരുന്നത്. ഇവിടെ സംഘടിതമായ ആക്രമണങ്ങൾ അഴിച്ചുവിടുക, ന്യൂനപക്ഷങ്ങളെ ആക്രമണങ്ങളിലൂടെയും ഭരണ നടപടികളിലൂടെയും ഭയപ്പെടുത്തി കീഴ്പ്പെടുത്തുക, ആ നയവും സ്വീകരിച്ചു പോവുകയാണ്. നമ്മുടെ രാജ്യത്താകെ ഗോമാംസത്തിൻ്റെ പേരിൽ നടക്കുന്ന ആക്രമണങ്ങൾ, ബുൾഡോസർ രാജ്, ഇതെല്ലാം ഇത് തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെ മറ്റൊരു പ്രബല മതന്യൂനപക്ഷമാണ് ക്രൈസ്തവ വിഭാഗം. ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കെതിരെയും ശക്തമായ നിലപാടാണ് സംഘപരിവാർ സ്വീകരിച്ചു പോകുന്നത്. കേന്ദ്ര ഗവൺമെൻറ് അതേ നിലപാടാണ് സ്വീകരിക്കുന്നത്. നമ്മുടെ മുന്നിൽ മണിപ്പൂരിൻ്റെ അനുഭവങ്ങളുണ്ട്. ഇവിടെ ഏറ്റവും ഒടുവിലുണ്ടായത് കേരളത്തിൽ നിന്നുള്ള
കന്യാസ്ത്രീകൾക്കുണ്ടായ ദുരനുഭവം നമ്മുടെ നാട് അതിശക്തമായി തന്നെ അതിനെതിരെ പ്രതികരിച്ചു. മതനിരപേക്ഷ ശക്തികളെല്ലാം അതിനെ ശക്തമായി ചോദ്യം ചെയ്തു. എന്നാൽ വർഷങ്ങൾക്ക് മുൻപ് ഗ്രഹാം സ്റ്റെയിനും അദ്ദേഹത്തിൻ്റെ കുടുംബവും ചുട്ടുകൊല്ലപ്പെട്ടത് ആ ദുരനുഭവം നമ്മുടെ രാജ്യത്തുണ്ടായതാണ്. ഉത്തർപ്രദേശ്, മധ്യപ്രദേശ്, കർണാടക, ഹരിയാന, ഒഡീഷ, ഛത്തീസ്ഗഡ്, ബീഹാർ, ജാർഖണ്ഡ് ഇവിടങ്ങളിലെല്ലാം വലിയ തോതിലാണ് ആക്രമണങ്ങൾ നടക്കുന്നത്. 2014 മുതൽ ക്രൈസ്തവ സമുദായങ്ങൾക്കെതിരെ 4000-ലധികം ആക്രമണങ്ങൾ ഉണ്ടായി എന്നാണ് റിപ്പോർട്ട്. ഭൂരിപക്ഷ വർഗീയത അത് രാജ്യത്തുണ്ടാക്കുന്ന ആപത്തുണ്ട്. ഈ ഭൂരിപക്ഷ വർഗീയതയെ ഞങ്ങൾ നേരിടാം എന്ന് പറഞ്ഞുകൊണ്ട് ചില ന്യൂനപക്ഷ വിഭാഗത്തിലുള്ളവരും വർഗീയമായി സംഘടിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. അത് ആത്മഹത്യാപരമായൊരു കാര്യമാണ്. ഒരു വർഗീയതയെ മറ്റൊരു വർഗീയത കൊണ്ട് നേരിടാനാവില്ല. ന്യൂനപക്ഷ വർഗീയത ഭൂരിപക്ഷ വർഗീയതയെ നേരിടാൻ എന്ന പേരിൽ ഉയർത്തിക്കൊണ്ടുവന്നാൽ അത് സഹായിക്കുന്നത് ഭൂരിപക്ഷ വർഗീയതയാണ്. ഇത് കൃത്യമായി തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. അപ്പോൾ വർഗീയത ഏതായാലും അത് ഭൂരിപക്ഷമായാലും ന്യൂനപക്ഷമായാലും എതിർക്കേണ്ടതാണ്, ശക്തമായി സമൂഹത്തിൽ ഒറ്റപ്പെടുത്തേണ്ടതാണ്. ഫെഡറലിസവും മതനിരപേക്ഷതയും ഉയർത്തിപ്പിടിക്കുന്ന ഭരണഘടനയെ തകർക്കുക എന്നത് ഭരണഘടന ഉണ്ടായ കാലം മുതൽ സംഘപരിവാർ സ്വീകരിച്ച ഒരു നയമാണ്. ഇപ്പോൾ കേന്ദ്ര ഗവൺമെൻറ് അവരെ കയ്യിലായതുകൊണ്ട് മാത്രമല്ല, കേന്ദ്ര ഗവൺമെൻറ് വന്നപ്പോൾ ആ ഗവൺമെൻറ്റിനെ കൂടി ഉപയോഗിച്ചുകൊണ്ട് ആ ശ്രമം ശക്തിപ്പെടുത്തിയിരിക്കുന്നു. 1949 നവംബർ 26-നാണ് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഇന്ത്യയുടെ ഭരണഘടനയ്ക്ക് അന്തിമ അംഗീകാരം നൽകിയത്. അപ്പോൾ ഭരണഘടനയ്ക്ക് പകരം മനുസ്മൃതിയെ ഉയർത്തിപ്പിടിക്കണമെന്നാണ് RSS മുഖപത്രം എഡിറ്റോറിയൽ എഴുതിയത്. അപ്പോൾ അന്നേ തന്നെ ഭരണഘടനാ വിരുദ്ധത തെളിഞ്ഞിരുന്നു എന്നർത്ഥം. ഇവിടെ 1998 BJP നേതൃത്വത്തിലുള്ള NDA സർക്കാർ അധികാരത്തിൽ വന്നപ്പോൾ ഭരണഘടന പുനഃപരിശോധിക്കാനായി ജസ്റ്റിസ് വെങ്കടചലയ്യ കമ്മിറ്റിയെ നിയോഗിച്ചു. അത് കേന്ദ്ര ഗവൺമെൻറ് കയ്യിൽ കിട്ടിയപ്പോൾ ഉപയോഗിച്ച ഒരു നടപടിക്രമമായിരുന്നു, അതിൻ്റെ തുടക്കമായിരുന്നു. പക്ഷേ സമൂഹത്തിലെ മഹാഭൂരിപക്ഷം ഭരണഘടനാ പുനഃപരിശോധനയ്ക്ക് എതിരാണ് എന്ന് ബോധ്യപ്പെട്ടതോടെ ആ കമ്മീഷൻ റിപ്പോർട്ട് പൂർത്തുകയാണ് ചെയ്തത്. ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിൽ നിന്നും സോഷ്യലിസം, മതേതരത്വം ഈ പദങ്ങൾ ഒഴിവാക്കണമെന്ന് RSS ജനറൽ സെക്രട്ടറി ദത്താത്രേയ ഹൊസബാളെ പ്രസ്താവനയിലൂടെ ആവശ്യപ്പെട്ടത് ഈ അടുത്ത നാളില, നേരത്തെയല്ല. ഭരണഘടനാ ഭേദഗതിക്കുള്ള ഭൂരിപക്ഷം നേടാനുള്ള ശ്രമമാണ് കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവർ നടത്തിയത്. അത് ഇന്ത്യൻ ജനത പ്രതിരോധിച്ചു. കേന്ദ്ര ഏജൻസികളെ കാണിച്ച് ചിലരെ വിരട്ടിയാണ് ഇപ്പോഴത്തെ മുന്നണി സംവിധാനം നിലനിർത്തിയത്. സാന്ദർഭികവശാൽ ഞാൻ പറഞ്ഞു പോവുകയാണ്. ഇപ്പോൾ സമയം കുറച്ചായി നിനക്കറിയാം, അതുകൊണ്ട് കൂടുതൽ മറ്റു കാര്യങ്ങളിലേക്ക് ഞാൻ പോകാതിരിക്കുകയാണ് കഴിയാവുന്നത്. ഇവിടെ കഴിഞ്ഞൊരു ദിവസം എറണാകുളത്ത് വെച്ച് ഒരു പരിപാടി നടക്കുകയുണ്ടായി. ആ പരിപാടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ വന്നിരുന്നു. അപ്പോൾ അമിത്ഷാ വന്ന് അവിടെ നടത്തിയൊരു പ്രഖ്യാപനം, ഈ വരുന്ന തദ്ദേശ ഭരണ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ 25% വോട്ട് നേടും, അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ഭൂരിപക്ഷം നേടും. ഇതാണ് അമിത്ഷായുടെ പ്രഖ്യാപനം. അപ്പോൾ അവർ കേരളത്തെ വലിയ തോതിൽ ടാർഗറ്റ് ചെയ്തിരിക്കുന്ന അർത്ഥം. അത് സ്വാഭാവികമായിട്ട് രാഷ്ട്രീയ പാർട്ടി എന്ന നിലക്ക് നടത്തും. നമ്മൾ കാണേണ്ടതും തിരിച്ചറിയേണ്ടതും BJPക്ക് നൽകുന്ന ഓരോ വോട്ടും അത് കേരളത്തിൻ്റെ തനിമ താർക്കുകയാണ് ചെയ്യുക. ആ ബോധ്യം പൊതുവെ നമ്മുടെ സമൂഹത്തിനുണ്ടാകേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ സംതൃപ്തമായ ഓണാണല്ലോ ഈ കഴിഞ്ഞ ഓണാഘോഷഘട്ടത്തിൽ നമ്മൾ കണ്ടത്. ഓണം പോലും മാറ്റിക്കളയും. ഓണ ദിവസത്തിൽ ഒരാൾ എന്നെ കാണാൻ വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫോണിൽ വന്നൊരു മെസ്സേജ് എനിക്ക് കാണിച്ചു തന്നു. ഒരു പ്രധാനപ്പെട്ട ഒരാളാണ്, ആളെ പേര് ഞാൻ പറയുന്നില്ല എന്ന് മാത്രം. അപ്പോൾ ഫോട്ടോയിൽ എന്താണെന്ന് പറഞ്ഞാൽ മഹാവിഷ്ണുവിൻ്റെ മുന്നിൽ വാമനൻ്റെ കാൽക്കീഴിൽ മഹാബലി. അപ്പോൾ മഹാബലി വരുന്ന ഓണം പോലും മാറ്റാൻ പോകുന്നു എന്നർത്ഥം. നേരത്തെ വാമനെ ചിത്രീകരിച്ചിരുന്നല്ലോ. ഇന്ന് നമ്മുടെ നാട്ടിൽ എന്തെല്ലാം നാം അനുഭവിക്കുന്നുണ്ടോ അതെല്ലാം പഴയതിലേക്ക് തിരിച്ചു കൊണ്ടുപോകാനാണ് ശ്രമം. അപ്പോൾ BJPക്ക് നൽകുന്ന ഓരോ വോട്ടും ഈ നാടിൻ്റെ തനിമ തകർക്കാനാണ് ഉപകരിക്കുക എന്നുള്ളത് നാം ഉയർന്ന രാഷ്ട്രീയ പ്രവർത്തകർ മാത്രമല്ല നാട്ടിലെ എല്ലാവരും മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അതിനാവശ്യമായ കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ടും. ഇവിടെ ഭരണഘടനാ ഭേദഗതിക്കുള്ള ഭൂരിപക്ഷം അത് നേടാനാണ് കഴിഞ്ഞ തവണ അവർ നല്ലതുപോലെ ശ്രമിച്ചത്. അതാണ് നമ്മുടെ ജനങ്ങൾ പ്രതിരോധിച്ചത്. പക്ഷേ ജനവിരുദ്ധമായ നയങ്ങൾ രാജ്യത്ത് നടപ്പിലാക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും ജനങ്ങൾ പ്രതിരോധിക്കാൻ തയ്യാറാവും. ജനങ്ങളുടെ പിന്തുണ ലഭിക്കില്ല എന്ന് വരുമ്പോൾ അവിടെ എങ്ങനെ കുതന്ത്രങ്ങൾ ഉപയോഗിക്കാം? ആ കാര്യത്തിൽ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ എങ്ങനെ സാധിക്കും? ആ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന്
തെരഞ്ഞെടുപ്പിന് തന്നെ ഫലപ്രദമായി നേതൃത്വം കൊടുക്കേണ്ട തെരഞ്ഞെടുപ്പ് കമ്മീഷനെ എങ്ങനെയൊക്കെ ഉപയോഗിക്കാം, എങ്ങനെയെല്ലാം ദുരുപയോഗിക്കാം, ഈ ആലോചനകളടക്കം നടക്കുകയാണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷനെ തീരുമാനിക്കാനുള്ള കമ്മിറ്റിയിൽ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിനെ ഉൾപ്പെടുത്തണമെന്ന സുപ്രീം കോടതി വിധിയായിരുന്നു. ആ സുപ്രീം കോടതി വിധി സാധാരണഗതിയിൽ ഏതെങ്കിലും ഒരു ഗവൺമെന്റ് മറികടക്കുമെന്ന് ആർക്കെങ്കിലും ഊഹിക്കാൻ പറ്റുമോ? അവിടെയാണ് സംഘപരിവാറിന്റെ പ്രത്യേകത. എന്തും ചെയ്യാൻ തയ്യാറാവും, എന്തും, ഒരു മടിയുമില്ലാതെ അതങ്ങോട്ട് മാറ്റി. ചീഫ് ജസ്റ്റിസിനെ മാറ്റി നിയമ ഭേദഗതി കൊണ്ടുവന്നു, വേറൊരാളെ തങ്ങൾക്ക് വേണ്ടപ്പെട്ടയാളെ ഉൾപ്പെടുത്താൻ തീരുമാനിച്ചു. അപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ രൂപീകരണത്തിൽ ഇടപെട്ടത് ഈ തരത്തിലാണ്. ഇപ്പോൾ സംഘപരിവാർ അജണ്ട ഏതെല്ലാം തരത്തിൽ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നു എന്നതിൻ്റെ ഉദാഹരണമായിട്ടാണ് ഇതിനെ കാണേണ്ടത്. ഇപ്പോൾ പാർലമെന്റിൽ ഭൂരിപക്ഷം നേടിയാലും ഭരണഘടന തൊട്ട് കളിക്കാൻ കുറച്ച് പ്രയാസമുണ്ട്. നേരത്തെയുള്ളൊരു സുപ്രീം കോടതി വിധിയാണ്. കേശവാനന്ദ ഭാരതി കേസിൽ സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ച് പുറപ്പെടുവിച്ച വിധിയുണ്ട്. അപ്പോൾ അതവർക്ക് തടസ്സമായി നിൽക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം പരിശോധിക്കേണ്ടത് സുപ്രീം കോടതിയാണല്ലോ. ആ സുപ്രീം കോടതിയെ തന്നെ തങ്ങളുടെ ഇംഗിതത്തിനനുസരിച്ച് മാറ്റാൻ കഴിയണം, തങ്ങൾക്ക് വഴങ്ങുന്ന ഒന്നാക്കി മാറ്റണം. അങ്ങനെ അത്തരം നിലപാടുകൾ മാറ്റിമറിക്കാൻ കഴിയുമോ എന്ന പരിശ്രമവും നടത്തിക്കൊണ്ടിരിക്കുക. അപ്പോൾ ജുഡീഷ്യറിയിലുള്ള ഇടപെടൽ പലതരത്തിൽ വരുന്നുണ്ട്. സുപ്രീം കോടതിയുടെ നേരെയുള്ള നീക്കങ്ങളും കാണാൻ നമുക്ക് കഴിയുന്നുണ്ട്. ഇപ്പോൾ ജുഡീഷ്യറിയെ കൈവശപ്പെടുത്താനുള്ള ശ്രമം ഇത്തരത്തിലുള്ള കാഴ്ചപ്പാടിൻ്റെ ഭാഗമാണ് എന്നതുകൂടി നാം തിരിച്ചറിയേണ്ടതായിട്ടുണ്ട്. ഇപ്പോൾ ഫെഡറലിസത്തെ തകർക്കാനുള്ള നീക്കങ്ങൾ കേന്ദ്ര സർക്കാർ പല ഘട്ടങ്ങളിൽ നടപ്പാക്കിയിട്ടുണ്ട്. കേരളമാണ് അതിൻ്റെ ഏറ്റവും ആദ്യത്തെ ഉദാഹരണം. 1959 EMS ഗവൺമെന്റിനെ പിരിച്ചുവിട്ടത്. ഭൂരിപക്ഷമുണ്ട്, നിയമസഭയിലാണ് ഭൂരിപക്ഷം തെളിയിക്കേണ്ടത്, അതിനൊന്നും ഒരു കുറവുമില്ല. ഇന്ത്യൻ ജനാധിപത്യത്തെ പൂർണ്ണമായും അട്ടിമറിക്കുന്ന നിലയാണ് അന്ന് സ്വീകരിച്ചത്. ഇപ്പോൾ ഭരണഘടനയുടെ 356 വകുപ്പ് ഉപയോഗിച്ചു എന്നല്ല, ദുരുപയോഗിച്ച് എത്രയോ ജനാധിപത്യ സംസ്ഥാന സർക്കാരുകളെ പുറത്താക്കുന്ന നടപടികൾ പിന്നീട് സ്വീകരിക്കപ്പെട്ടു. അതിനെതിരെ കോടതി നിലപാട് സ്വീകരിച്ചു. SR ബൊമ്മെ കേസിലെ കോടതി വിധി ഇത്തരം ഇടപെടലുകളെ പ്രതിരോധിക്കുന്ന തരത്തിലുള്ളതായി മാറി. ഇപ്പോൾ ഗവർണർമാര് ബില്ലിൽ അടയിരിക്കുന്നതിനെതിരെ സുപ്രീം കോടതിയിൽ നിന്നുണ്ടായ വിധി ചരിത്രപരമായ വിധിയാണ്. ഫെഡറലിസത്തെയും മതനിരപേക്ഷതയെയും സംരക്ഷിക്കുന്നതിനായി വിവിധ തരത്തിലുള്ള പ്രവർത്തനങ്ങളാണ് നാം നടത്തേണ്ടത്. ആരാധനാലയങ്ങളുടെ മതസ്വഭാവം 1947 ആഗസ്റ്റ് 15 എന്തായിരുന്നുവോ അതായി നിലനിർത്തണമെന്ന് അനുശാസിക്കുന്ന 1991 ആരാധനാലയ സംരക്ഷണ നിയമം നിലനിർത്തേണ്ടതും ഫലപ്രദമായി നടപ്പിലാക്കുന്നതും വളരെ പ്രധാനമാണ്. അതിലുള്ള ഇടപെടലും ഏറ്റവും പ്രധാനമാണ്. ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് 1991 ആരാധനാലയ സംരക്ഷണ നിയമം ചോദ്യം ചെയ്തുകൊണ്ടുള്ള ഹർജികളിൽ കക്ഷി ചേരാൻ ഇടതുപക്ഷം തീരുമാനിച്ചത്. അത്തരം ഇടപെടലുകൾ തുടർന്നും ശക്തിപ്പെടുത്താൻ കഴിയേണ്ടതായിട്ടുണ്ട്. സംഘപരിവാർ പ്രചരിപ്പിക്കുന്ന ചരിത്രം, സംഘപരിവാർ പ്രചരിപ്പിക്കുന്ന സംസ്കാരം, അവർ നടത്താൻ ഉദ്ദേശിക്കുന്ന കാവ്യവൽക്കരണത്തിൽ പൊതിയുന്ന നയങ്ങൾ, ഇതിനെല്ലാം എതിരെയുള്ള വിശാലമായ ഐക്യനിര രൂപപ്പെടുക എന്നത് വളരെ പ്രധാനമാണ്. എല്ലാ ജനവിഭാഗങ്ങളും പരസ്പരം ഇടപെടുന്ന പൊതു ഇടങ്ങൾ സംരക്ഷിക്കുക എന്നത് പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമായി ഏറ്റെടുക്കാൻ നമുക്ക് കഴിയണം. ഭരണഘടന വിഭാവനം ചെയ്യുന്ന സാധ്യതകളെ ഉപയോഗപ്പെടുത്താൻ കോടതികളെ ഇടപെടുവിക്കുന്ന രീതിയിൽ നല്ലതുപോലെ മുന്നോട്ട് പോകാനുമാവണം. വർഗീയ വിഭജനം സൃഷ്ടിക്കുന്ന ശ്രമങ്ങൾ, അവയെ പ്രതിരോധിക്കുന്നതിന് വർഗപരമായ പ്രസ്ഥാനങ്ങൾ കെട്ടിപ്പടുക്കൽ ഏറ്റവും പ്രധാനമാണ്. അതിലൂടെ ജീവിത പ്രശ്നങ്ങളുടെ അടിസ്ഥാനത്തിൽ ജനങ്ങളുടെ യോജിപ്പുണ്ടാകും. അത്തരം പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കുക എന്നതും രാജ്യത്തിൻ്റെ ഭാവിക്ക് പ്രധാനമാണ്. സംഘപരിവാറിൻ്റെ രാഷ്ട്രീയത്തിനെതിരെ വിശാലമായ ഐക്യനിര കെട്ടിപ്പടുക്കുക എന്നത് പ്രധാനമാണ്. പ്രാദേശിക ജനാധിപത്യ കക്ഷികളെ ഉൾപ്പെടെ യോജിപ്പിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ ഇക്കാര്യത്തിൽ സംഘടിപ്പിക്കേണ്ടതുണ്ട്. സംഘപരിവാർ മുന്നോട്ട് വെക്കുന്ന സാമ്പത്തിക നയങ്ങൾക്കും നവഫാസിസ്റ്റ് നയങ്ങൾക്കുമെതിരായി വ്യക്തമായ ബദലോടുകൂടിയുള്ള കാഴ്ചപ്പാട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾക്കാണുള്ളത്. ഇടതുപക്ഷ ഐക്യം ശക്തിപ്പെടുത്തേണ്ടതും ജനാധിപത്യ ശക്തികളെ അതോടൊപ്പം അണിനിരത്തേണ്ടതും ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമാണ് എന്ന് നാം കാണണം. അങ്ങനെ ഇത്തരം നീക്കങ്ങളെ, തെറ്റായ നീക്കങ്ങളെ പ്രതിരോധിക്കാൻ നമുക്ക് കഴിയണം. അതിന് ഫലപ്രദമായ നേതൃത്വം കൊടുക്കാൻ ഇടതുപക്ഷത്തിന് സാധിക്കണം എന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് മറ്റു കാര്യങ്ങളിലേക്ക് കടക്കാതെ, ഇപ്പം തന്നെ കുറച്ചധികം സമയമായിപ്പോയി, ഈ പരിപാടി ഔപചാരികമായി ഉദ്ഘാടനം ചെയ്ത് അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു. നിങ്ങൾക്കെൻ്റെ അഭിവാദ്യങ്ങൾ.